നമ്മളുടെ വീക്ക് 3 ആയിട്ടുണ്ട് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ. അപ്പൊ ആസ് യു ക്യാൻ സീ നമ്മൾ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് മുടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബേബി ഹെയർസ് വളരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ 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 ഹെയർസ് ഒക്കെ വളരാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി 2 സ്റ്റെപ്പ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ടാണ് ചെറിയ ബേബി ഹെയർസ് വന്നിട്ടുണ്ടാവുക. അത് മാത്രമല്ല നമ്മൾ ഓൾറെഡി കൊഴിയാൻ വേണ്ടിയിട്ട് കിടക്കുന്ന ചില ഹെയർസ് ഉണ്ടാവും. അതെല്ലാം നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഓൾറെഡി കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പകരം പുതിയ ഹെയർസ് വരാനും തുടങ്ങിയിട്ടുണ്ടാവും. ഈ ഹെയറിൽ വലിയ നോട്ടീസബിൾ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആസ് യൂഷ്വൽ എൻ്റെ ഹെയർ കേളിയാണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ ഹെയറിൽ മേ ബി വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് കുറച്ചൊരു ഇഞ്ചൊക്കെ വളർന്നിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ ഇനിയിപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മുന്നേ എടുത്തിട്ടുള്ള സൈസും പിന്നെ എടുത്തിട്ടുള്ള ഒരു ലെങ്ത്തും വെച്ചിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്കൊന്ന് എടുത്ത് നോക്കേണ്ടതുണ്ട് ലെങ്ത്. അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഫേസ് പാക്ക് അല്ല, സോറി, ഹെയർ പാക്ക്. ഹെയർ പാക്ക് എന്താന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിലൊക്കെ സ്വതുവേ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ആലോവേറ. അലോവേറ എല്ലാവരുടെ ജെല്ലായിട്ടൊക്കെ നമുക്ക് വാങ്ങാനും കിട്ടും. എൻ്റെ വീട്ടിൽ എന്തായാലും സ്ഥിരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ആലോവേറ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് ഒരു 3 ആലോവേറിൻ്റെ കഷ്ണമൊക്കെ പറിച്ചെടുത്ത് ഒരു പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പാക്ക് ഉണ്ടാക്കുന്ന സ്റ്റെപ്പ് നമുക്കൊന്ന് കണ്ടു വന്നാലോ? അപ്പം നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ വീട്ടിൻ്റെ വരാന്തയിൽ 2 ചട്ടികളിലായിട്ട് നമുക്ക് ഇഷ്ടം പോലെ ആലോവേറ നല്ലോണം കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ജസ്റ്റ് വലിയൊരു 3 എണ്ണം ഞാൻ കത്തി വെച്ചിട്ട് തന്നെ പിഴുതെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ഈ 3 ആലോവേറേൻ്റെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കണം. കാരണം ഇതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു 30 മിനിറ്റ്സ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ആലോവേറേൻ്റെ 2 സൈഡ്, അതായത് നമുക്ക് നല്ല പെയിനുള്ള ത്രോണുള്ള സൈഡ് നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് നടുവിലത്തെ ഭാഗം നമ്മൾ നടുവിൽ വെച്ച് വെട്ടിയതിൻ്റെ ശേഷം അതിനുള്ളിലുള്ള ജെല്ലാണ് നമ്മൾ എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഈ ജെല്ല് വെച്ചിട്ട് നമ്മൾ ജെല്ലും പിന്നെ അതേപോലെ 2 വിറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂളും കൂടെ പൊട്ടിച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മളുടെ പാക്ക് വന്നിട്ടുള്ളത്. കണ്ടോ, ഭയങ്കര ജെല്ലി കൺസിസ്റ്റൻസി. അതായത് നല്ല ഒട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ പാക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 2 ഇൻഗ്രീഡിയൻസ്. ഒന്ന് നമ്മളുടെ ആലോവേറ, അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. സെക്കൻഡ് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു വിറ്റമിൻ ഇ, 2 വിറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂളാണ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലത്തെ നീര് മാത്രമാണ്, അതാണ് ചേർത്തിട്ടുള്ളത്. അത് 2ഉം കൂടെ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തു മിക്സിയിലിട്ടിട്ട്. എന്നിട്ടാണ് ഈ പരുവത്തിലായിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയൊക്കെ വേണമെങ്കിൽ ചേർക്കാം, മുട്ടയുടെ വെള്ളമൊക്കെ ചേർക്കാം, ജസ്റ്റ് ഒരു ഷാമ്പൂയിങ് എഫക്റ്റിന് വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് മുട്ടേൻ്റെ മണം വലിയ ഇഷ്ടമല്ല. ഇനി എന്തായാലും നമുക്ക് മുട്ടയുടെ പാക്കൊക്കെ വരുന്നുണ്ട്, അപ്പം ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് മാത്രം ആക്കിയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇനിയിപ്പോൾ മുടി ഒന്ന് തുറന്നിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം വിടർത്തി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മുടിയൊക്കെ ഒന്ന് ചീകി അതിൻ്റെ അകത്തുള്ള ജടിയും എല്ലാത്ത സംഭവങ്ങളൊക്കെ ഒന്ന് കളയുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ എന്തൊരു പാക്ക് ഇടുമ്പോഴോ അല്ലെങ്കിൽ ഹെയർ മസാജ് ചെയ്യുന്നതിന് മുന്നേക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ഫുൾ ജടയും കളഞ്ഞ് നല്ല നീറ്റ് ആക്കിയതിൻ്റെ ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കുടുങ്ങത്തോ കൈ ഇങ്ങനെ വലിയത്തോ ഒന്നുമില്ല. അതുകൊണ്ട് ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ എന്ത് ഹെയർ പാക്ക് ഇടുമ്പോഴും അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ലോണം തലമുടി ചീവിയിട്ട് നല്ലോണം ഓക്കെ ആക്കി വെക്കാന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഫസ്റ്റ് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എപ്പം പറയുന്ന പോലെ 2 ഭാഗത്തേക്ക് മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെക്കുക, കറക്റ്റ് നടുവിലേക്ക്. അതിൻ്റെ ശേഷം നമ്മൾ 2 സൈഡ് ആക്കിയിട്ട് മുടി വെക്കുക. എന്നിട്ട് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ജട കളയേണ്ടത്. ഫസ്റ്റ് ഈ സൈഡ് പോക്കിയതിൻ്റെ ശേഷം ഈ സൈഡ് പോക്കുക. ഓരോരുത്തർക്കും ഓരോ മെത്തേഡ് ഉണ്ടാവും. ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് കാണിച്ചിരുന്നത്. എനിക്ക് ചെറിയ മുടി ആയതുകൊണ്ട് അത്ര ക്വാണ്ടിറ്റി ഒന്നും വേണ്ടി വരില്ല കേട്ടോ ഹെയർ മാസ്ക്. ഞാൻ എടുത്തിട്ടുള്ളത് 3 ആലോവേറ മാത്രമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത്ര വലിയ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ 6 ആലോവേറേൻ്റെ പീസൊക്കെ വേണ്ടി വരും ചാൻസ് ഉണ്ട്. കാരണം തുമ്പ് വരെ എത്തണമല്ലോ, അതുകൊണ്ട്. പക്ഷെ എനിക്ക് അത്രയൊന്നും ആവശ്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ എന്ത് പാക്ക് ഇടുമ്പോഴും നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. എൻ്റെ ഹെയർ ഇത്ര ആയതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുക്കത്തുള്ളൂ. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ലെങ്ത് ആയിരിക്കുമല്ലോ. എനിക്ക് മുന്നേ ഈ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്തിരുന്ന ഒരു ടൈമിൽ എൻ്റെ മുടി ഇത്രയ്ക്ക് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നല്ല ചുരുണ്ട മുടി, നല്ല തിക്നെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലും വലിയ ക്വാണ്ടിറ്റീസ് എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ക്വാണ്ടിറ്റി കുറച്ചതാണ്. നിങ്ങളുടെ ഹെയർ ലെങ്ത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ക്വാണ്ടിറ്റി കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് ഹെയർ പാക്കിലേക്ക് കിടക്കാം.
അപ്പം നമ്മളുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ 3ാമത്തെ ആഴ്ച ഇതോടെ കംപ്ലീറ്റ് ആവുകയാണ്. മുടിയൊക്കെ ഇട്ടിട്ടേ അപ്പോൾ കംപ്ലീറ്റ് ആവുകയാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക, അലോവേര എന്ന് വെച്ചാൽ നമുക്ക് തലയ്ക്കൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ഈ ചൂടുകാലത്തൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. അത്രയും ചൂട് എടുക്കുന്ന ടൈമിലായിരിക്കും നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം തന്നെ കിട്ടും. പിന്നെ ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. പണ്ട് മുതലേ യൂസ് ചെയ്ത് വരുന്ന ഒരു പാക്കാണ്. അതായത് ഇത് താളിയൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മളുടെ ദേഹത്തിന് യാതൊരുവിധ കേടും ഇല്ല ഇതൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഇതൊന്നും കെമിക്കലായിട്ടുള്ള കാര്യമല്ല. ജസ്റ്റ് ഇതിൻ്റെ കറ എടുക്കാതിരുന്നാൽ മതി. അതായത് നമ്മൾ ജസ്റ്റ് ഒരു സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള പേസ്റ്റ്, അത് ജെല്ല് പോലത്തെ സംഭവം എടുക്കുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി. കാരണം ചിലപ്പോൾ നമുക്ക് ചൊറിയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ ഇതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. മുട്ട ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ച് എണ്ണ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ പിന്നെ ഇതിൽ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ നിങ്ങൾ ആലോവേറ മസ്റ്റായിട്ടും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇട്ട് ഒരു 15 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ ഇടുന്നതിൻ്റെ ശേഷം നിങ്ങൾക്കത് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതി. ആ ടൈം ജസ്റ്റ് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കളയുക. കാരണം ഇതിൻ്റെ സ്കാൽപ്പിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും, ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് പോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ. അപ്പം നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കാണാം. ബൈ ബൈ.